ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗായ്സ് യൂട്യൂബ് ചാനൽ. തമ്മിലുണ്ടപ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് ഈസ് ദിസ് വീഡിയോ അബൌട്ട്. സോ ദൃശ്യം 3ൻ്റെ ഒറിജിനൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ അന്ന് റിയാക്ട് ചെയ്ത ട്രെയിലർ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിവേ, സോ നമുക്ക് ഇന്ന് ദൃശ്യം 3ൻ്റെ ഒറിജിനൽ ട്രെയിലറിന് റിയാക്ട് ചെയ്യാം. യു നോ ഐ എം എ ഗ്രേറ്റ് മോഹൻലാൽ, ഐ എം എ ബിഗ് മോഹൻലാൽ ഫാൻ. സോ മോഹൻലാലിൻ്റെ ഒരു പടം വന്നു, അത് നമ്മൾ കണ്ടില്ല. ഞാൻ പേട്രിയോട്ട് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു, കൊള്ളാം. പക്ഷെ മോഹൻലാലിന് അതിനകത്ത് ഇല്ല, അത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേതാവൂലേ, സ്പോയിലർ. സോ ഐ എം നോട്ട് ടെല്ലിങ് വാട്ട് ഇറ്റ് ഈസ്. ബട്ട് എനിക്ക് ചില കാരണങ്ങളാൽ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. എനിവേ, നമുക്ക് ദൃശ്യം 3ൻ്റെ ട്രെയിലറിന് റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞ? ജോർജോട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്തൊട്ടാ മനസ്സിലായേ? എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇതിപ്പോൾ എന്തത് വീണ്ടും കുത്തിപ്പൊക്കാൻ പോവാ. ഒരാളെ കൊന്നും പറഞ്ഞിട്ട് 3 സിനിമയെ. പിന്നെ മോഹൻലാൽ ആയതുകൊണ്ട് കണ്ടിരിക്കാം, പക്ഷെ എന്നാലും ബാക്കിയുള്ളവരും കൂടി കാണണ്ടേ. എന്തായാലും കൊള്ളാം, ലാലേട്ടൻ മൂവിയാണല്ലോ, കാണണം. പക്ഷെ എനിക്ക് ട്രെയിലറിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കത്തിയില്ല. മേ ബി ആ സെയിം ഇൻസിഡൻ്റ് ഓർത്ത് തന്നെ ടെൻഷൻ അടിക്കണ മോഹൻലാൽ, അതിൻ്റെ പുറകെ തന്നെ നടക്കണ കുറേ പോലീസുകാർ, ആ സെയിം സാധനമാണെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും ഇനി പുതിയൊരു അതിഥി എന്നതായിട്ട് തോന്നണില്ല. അങ്ങനൊരു ഇത് ട്രെയിലറിൽ കാണിക്കണില്ല. ഇനി എങ്ങനെയാവുന്നാവോ, കണ്ടറിയാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദൃശ്യം 3. എല്ലാവരും പോയി കാണുക. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണ്, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ സപ്പോർട്ട് മീ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ദ വീഡിയോ, ടിങ് ടിങ് അടിച്ചേക്ക്. ഓക്കെ.